കൊച്ചു കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് മെഴുക്ക് പുരട്ടിയുണ്ട്. ഒന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്, രണ്ടാമത്തേത് ചേമ്പ് മെഴുക്ക് പുരട്ടി. കണ്ണൻ ചേമ്പ് കൊണ്ടല്ല, നല്ല പൊടിയുള്ള ചീമച്ചേമ്പും കൊണ്ട് നല്ലൊരു ചേമ്പ് മെഴുക്ക് പുരട്ടി ആയാലോ. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ചേമ്പ് മെഴുക്ക് പുരട്ടി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ചേമ്പ് മെഴുക്ക് പുരട്ടി എങ്ങനെ ചെയ്തെന്ന് നോക്കാം. നമുക്ക് ഒരുപോലെ അരിഞ്ഞ ചേമ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അരിയാം, പക്ഷേ ഒരുപോലെ അരിയണം. ചിലർ ചെറിയ സമചതുരമായിട്ടും അരിയും, എങ്ങനെ വേണമെങ്കിലും അരിയാം, പക്ഷേ ഒരേ തിക്നെസ്സിൽ അരിയണം, അല്ലെങ്കിൽ ഒരുപോലെ വേഗത്തില്ല. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, അല്പം ഉപ്പ്, 2-3 കറിവേപ്പില അതൊന്ന് കീറിയിട്ടു. പിന്നീട് ഒരു ശകലം വെളിച്ചെണ്ണ, ആ ചേമ്പ് വേകാൻ ആവശ്യമായ വെള്ളം മാത്രം മതി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. തീ കത്തിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് വല്ലാതെ വെന്ത് പോകരുത്, ചേമ്പ് മെഴുക്ക് പുരട്ടി പൊടിഞ്ഞു പോകും. വെന്ത് വരുമ്പം അതിൻ്റെ കൂടെ നമ്മുടെ രുചിയുടെ നാടൻ പ്രതീകമായ ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ചേർത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി അങ്ങ് സ്വയംഭനാക്കാം. അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് വരുമ്പം അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ ചേമ്പ് നല്ലതുപോലെ വേകണം, അതല്ല എങ്കിൽ തണുക്കുമ്പോൾ അതങ്ങ് കല്ലിച്ചു പോകും. എന്നാൽ ഓവറായിട്ട് വെന്ത് പൊടിഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് വെന്തിട്ടുമുണ്ട് നല്ലതുപോലെ. വെന്തോ നമ്മളൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട്, അല്ലെങ്കിൽ മെഴുക്ക് ഒന്ന് പുരട്ടണം. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ എണ്ണ പുരട്ടി, അതാണ് അർത്ഥം. മെഴുക്ക് പുരട്ടി വയ്ക്കാനുള്ള പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകിടാം. കടുക് പൊട്ടുന്ന ഉടനെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഞാനത് 3-4 കീറിയിട്ടതാണ്, അതിടാം. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്ന ഉടനെ നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കേഴ്സ്. അപ്പോൾ ചുവന്നുള്ളി ഒരുവിധം ഒന്ന് മൂക്കണം, അന്നേരമേ നമ്മൾ ചേമ്പിടത്തുള്ളൂ. അതാണ് ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ ഒരു വറ്റൽമുളക്, നല്ല ഉണങ്ങിയ വറ്റൽമുളകാണിത്, വേണ്ട പൊടിച്ചങ്ങിട്ടാൽ മതി. നല്ലപോലെ ഉണങ്ങിയതല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടാലും മതി. അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പിടുന്നത്. ചേമ്പിട്ടതിന് ശേഷം നമുക്കിനി അത് പൊടിയാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തെടുത്താൽ മതി. ചേമ്പ് പുഴുക്കിട്ട് റെഡി ആയിക്കോളും. ഇനിയും തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചേമ്പെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചേമ്പ് മെഴുക്ക് പുരട്ടി നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റാണ്, ക്രിസ്പിയാണ്, അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.